അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ് മദീനയോടുള്ള സ്നേഹവും. അതാണ് സൂറത്തുൽ മുജാദലയിൽ അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുന്നത്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനു ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അല്ലാഹു തആല ഈ സംഭവം വിവരിക്കുന്നുണ്ട്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവോടും അവൻ്റെ റസൂലിനോടും എതിർത്തു നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല. അവർ എതിർപ്പുകാർ അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ ആയിരുന്നാൽ പോലും അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് അവൻ അവർക്ക് പിൻഫലം നൽകുകയും ചെയ്തിരിക്കുന്നു. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവരതിൽ നിത്യവാസികളായിരിക്കും. അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത്തരക്കാരാകുന്നു അള്ളാഹുവിൻ്റെ കക്ഷി. അറിയുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷിയാകുന്നു വിജയം പ്രാപിക്കുന്നവർ എന്ന് അള്ളാഹു തആല സൂറത്തുൽ മുജാദലയിൽ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. എൻ്റെ ഈ മദീന പള്ളിയിലെ ഒരു വഖത്ത് നമസ്കാരത്തിന് 1000 വഖത്ത് നമസ്കാരത്തിൻ്റെ പ്രതിഫലമുണ്ട്, മസ്ജിദുൽ ഹറാം ഒഴികെ. അവിടെ 1,00,000 വഖത്തിൻ്റെ പ്രതിഫലവും അവിടെ ലഭ്യമാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മദീന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന കിട്ടിയ മണ്ണാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, ഞങ്ങൾ മദീനയിലെത്തിയപ്പോൾ മദീനയിലെ കാലാവസ്ഥ പ്രയാസമായി തോന്നി. ബിലാൽ റളിയല്ലാഹു അൻഹും അബൂബക്കർ റളിയല്ലാഹു അൻഹും അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേവലാതി പറഞ്ഞു. സ്വഹാബിമാരുടെ പരാതി കേട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി: അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കമാ ഹബ്ബബ്ത മക്കത ഔ അഷദ് വസഹീഹ വബാരിക് ലനാ ഫി സ്വാഇഹ വമുദ്ദിഹ വഹവ്വിൽ ഹുമ്മാഹ ഇലൽ ജുഹ്ഫ. അള്ളാഹു മക്കയെ ഞങ്ങൾക്ക് പ്രിയമാക്കിയതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെയോ മദീനയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാക്കുകയും പാകമാക്കുകയും ചെയ്യണമേ. മദീനയിലെ ഓരോ സ്വാഇനും മുദ്ദിനും നീ ബറക്കത്ത് ചെയ്യണമേ. മദീനയെ നീ ജുഹ്ഫ സംരക്ഷണം നൽകുകയും മദീനയെ നീ ജുഹ്ഫയെ തൊട്ട് സംരക്ഷണം നൽകുകയും ചെയ്യണമേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മദീന നിവാസികൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. അതും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇന്നി ഉഹർരിമു മാ ബൈന ലാബത്തയിൽ മദീനത്തി അൻ യുഖ്തഅ ഇലാഹുമ ഔ യുഖ്തല സ്വൈദുഹ. മദീനയെ ഞാൻ ഹറമായി പ്രഖ്യാപിക്കുന്നു. അവിടെ മുൾമരങ്ങൾ പോലും മുറിക്കുവാനോ വേട്ടമൃഗത്തെ വേട്ടയാടുവാനോ പാടുള്ളതല്ല. മദീന അവർക്ക് ഉത്തമമാണെന്ന് മദീനയെ നിസ്സാരമാക്കുന്നവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരാൾ മദീനയോടുള്ള സ്നേഹം കൊണ്ട് മദീനയെ ഒഴിവാക്കാതിരുന്നാൽ അള്ളാഹു അവന് നന്മ വർദ്ധിപ്പിച്ചു നൽകും. മദീനയിൽ ഉറച്ചു നിന്ന് ബുദ്ധിമുട്ടുകൾ സഹിച്ച് കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഞാൻ അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകത്ത് സാക്ഷിയാവുകയും ശുപാർശകനാകുകയും ചെയ്യുന്നതാണ് എന്നും മുസ്ലിം ഇമാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മദീനയിലെ താമസത്തിനും വലിയ പവറുണ്ട്. മനിസ്തതഅ മിൻകും അൻ യമൂത ബിൽ മദീന ഫലിയഫ്അൽ ഫഇന്നി അഷ്ഹദു ലിമൻ മാത ബിഹാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു സംഭവം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരാൾക്ക് മദീനയിൽ മരിക്കാൻ കഴിഞ്ഞാൽ അവിടെ വെച്ച് മരിക്കുക. അങ്ങനെ കഴിയുകയാണെങ്കിൽ അവൻ മരിക്കട്ടെ, അവന് പരലോകത്ത് ഞാൻ സാക്ഷിയാവുന്നതാണ് എന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ റസുഖനി ഷഹാദത ഫീ സബീലിക് വജഅൽ മൗതി ഫീ ബലദി റസൂലിക് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: അള്ളാഹുവേ, തന്നെ നിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാക്കണമേ. നിൻ്റെ റസൂലിൻ്റെ നാടായ മദീനയിൽ വെച്ച് നീ എന്നെ മരിപ്പിക്കണമേ. മദീനയുടെ പേരുകളെപ്പറ്റി ഒരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നത് കാണാം. ഇന്നഹാ ത്വയ്യിബത്തുൻ യഅനി അൽ മദീന വ ഇന്നഹാ തൻഫി അൽ ഖബസ കമാ തൻഫി നാറു ഖബസൽ ഫിദ്ദ. മദീന ത്വയ്യിബയാണ്. വെള്ളിയിൽ നിന്ന് തീ മാലിന്യം നീക്കുന്നത് പോലെ മദീനയിലെ മാലിന്യങ്ങളും അത് നീക്കുന്നതാണ്. മദീനയിലെ കാരക്കക്ക് പോലും വലിയ പവറുണ്ട്.
അതാണ് മൻ അക്കല സബഅത മറാത്തിൻ മിമ്മാ ബൈന ലാബത്തൈഹാ ഹൈന യുസ്ബിഹ് ലം യദുറഹു സുമ്മുൻ ഹത്താ യുംസിയ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മദീനയിലെ ഹറമിൻ്റെ ഉള്ളിലുള്ള കാരക്ക അഥവാ അജുവ കാരക്ക ഒരാൾ ഒരു ദിവസം സുബഹിക്ക് 7 എണ്ണം കഴിച്ചാൽ വൈകുന്നേരം വരെ വിഷബാധ ഏൽക്കുകയില്ല. മദീനയെ ആക്രമിക്കുന്നവർക്ക് ശിക്ഷ ഹദീസുകളിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ മൻ ദലമ അഹ്ലൽ മദീനത്തി വഅഖാഫഹും ഫഅഖിഫ്ഹു വഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ ലാ യഖ്ബലു മിൻഹു സർഫുൻ വലാ അദലുൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, അള്ളാഹു മദീനയെ ആക്രമിക്കുകയും മദീനാവാസികളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നവരെ നീ ഭീതി കൊണ്ട് നിറക്കണമേ. അവർക്ക് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മുഴുവൻ മനുഷ്യരുടെയും ശാപമുണ്ടാകും. അവരുടെ വ്യവഹാരങ്ങളെ ന്യായങ്ങളോ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് മഹാനായ തൊബറാനി ഇമാം അവിടെ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ദീന് മടങ്ങുന്നത് മദീനയിലേക്കാണ്. മനുഷ്യരുടെ ഈമാൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നത് ഒരു ഹദീസിൽ മുത്തുനബി പറയുന്നുണ്ട്, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹ. പാമ്പ് അതിൻ്റെ മാളത്തിൽ ഒളിക്കുന്നത് പോലെ, അതിൻ്റെ മാളത്തിൽ അഭയം തേടുന്നത് പോലെ ഈമാൻ എപ്പോഴും മദീനയിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കും, അഭയം തേടിക്കൊണ്ടേയിരിക്കും. എന്നാൽ മദീനയ്ക്ക് ഇനിയുമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ. ദജ്ജാലും മദീനയും തമ്മിലുള്ള ആ ഒരു കാര്യം, ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഉഹു ദജ്ജാലു ഇല്ലാ മക്കത്ത വൽ മദീനത ലൈസ ലഹു മിൻ നിഖാബിഹാ നഖബുൻ ഇല്ലാ അലൈഹിൽ മലായികത്തു സാഫീന യഹ്റുസൂനഹാ ثم ترجف المدينة بأهلها 3 رجفات ويخرج الله كل كافر ومنافق. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ദജ്ജാല് പ്രവേശിക്കാത്ത ഒരു നാടും ഉണ്ടാവില്ല, മക്കയും മദീനയും ഒഴികെ. ദജ്ജാലിന് ഒരു നാട്ടിൽ പ്രവേശിക്കാൻ തടസ്സമുണ്ടാവുകയില്ല. എന്നാൽ മക്കയിലും മദീനയിലും അവന് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം അവിടെ വരിയായി ഈ 2 സ്ഥലങ്ങളെയും സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരുപാട് മലക്കുകളുണ്ടാവും. മദീന അവിടുത്തെ നിവാസികളെയും കൊണ്ട് 3 പ്രാവശ്യം പ്രകമ്പനം കൊള്ളും. അപ്പോൾ എല്ലാ കാഫിർ മുനാഫിക്കുകളും അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഭൂമിയിലെ സ്വർഗമാണ് മദീന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ ബൈന ബൈത്തി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗീയ പൂങ്കാവനമാണ്. അള്ളാഹു നമുക്ക് മദീന സന്ദർശിക്കുവാനും ആ മദീനയിൽ ആവോളം മധുരങ്ങൾ നുകരുവാനും, അങ്ങനെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുന്ന ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിയ. പാമ്പ് അതിൻ്റെ മാളത്തിൽ അഭയം എങ്ങനെയാണോ തേടുന്നത്, അതുപോലെ ഈമാനുള്ളവർ വിശ്വാസികളായ ആളുകൾ മദീനയിൽ അഭയം തേടുന്നത് പോലെ അക്കൂട്ടത്തിൽ നാഥനായ റബ്ബ് നമ്മപ്പെടുത്തട്ടെ.